ഹലോ. കുറേ ദിവസമായി വിചാരിക്കുന്നു മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന്. പക്ഷേ എന്തു ചെയ്യാനാണ്? സംസാരം മുഴുവൻ സഞ്ജുവിനെക്കുറിച്ചും ഗംഭീറിനെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ അതെങ്ങനെ നിങ്ങളോട് പറയാതെ പോകാൻ പറ്റും? ഇപ്പോൾ തന്നെ നോക്കൂ, മറ്റൊരു വാർത്ത നോക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഒടുവിൽ കിട്ടിയത് സഞ്ജുവിന് ലഭിച്ച ഒരു വമ്പൻ ഓഫറിൻ്റെ കാര്യമാണ്. അത് നിങ്ങളെ അറിയിക്കാതെ പോകാനൊക്കുമോ? അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ ആരംഭിക്കാനിരിക്കുകയാണല്ലോ. ഇതിനോടകം ടീമുകളെല്ലാം തന്നെ അതിനുള്ള പരിശീലനമൊക്കെ ആരംഭിച്ച് കഴിയുകയും ചെയ്തു. പല ടീമുകളും പരിശീലകനെ മാറ്റിയതും പുതിയ ക്യാപ്റ്റനായി ചർച്ചകൾ നടത്തിയും മുന്നൊരുക്കം ഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. MS ധോണിയാണെങ്കിൽ ഇനിയൊരു സീസണിൽ കൂടി CSKയ്ക്കൊപ്പം കളിക്കില്ലെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. കാലിൻ്റെ പരിക്ക് അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ധോണി വരുന്ന സീസണിൽ രാജസ്ഥാന്റെ ഉപദേഷ്ടാവായി കരിയർ ആരംഭിക്കുമെന്നാണ് വിവരം. ധോണിക്ക് പകരക്കാരനായി ഋഷഭ് പന്തിനെ സ്വന്തമാക്കാൻ CSK ചർച്ച തുടങ്ങിയെന്നും ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഡൽഹിയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് റിക്കി പോണ്ടിംഗ് പടിയിറങ്ങിയതോടെ ടീം വിടാൻ ഋഷഭിനും താൽപ്പര്യമുണ്ടെന്നാണ് വിവരം. ധോണിക്ക് പകരക്കാരനാവാനുള്ള അവസരം ഋഷഭ് വിട്ടുകളഞ്ഞേക്കുകയുമില്ല. ഇപ്പോഴിതാ ഋഷഭ് ടീം വിട്ടാൽ നായകനായും വിക്കറ്റ് കീപ്പറായും സഞ്ജു സാംസണെ കൊണ്ടുവരാൻ ഡൽഹി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. രാജസ്ഥാൻ റോയൽസിനൊപ്പം സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തുന്നത്. എന്നാൽ ഋഷഭ് ടീം വിട്ടാൽ ഡൽഹിക്ക് ഉയർത്തിക്കാട്ടാൻ സൂപ്പർ താരങ്ങളൊന്നുമില്ലാതെ പോകും. ഈ സാഹചര്യത്തിൽ പുതിയ നായകനായും സൂപ്പർ താരമായും സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഡൽഹി ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. നേരത്തെ തന്നെ രാജസ്ഥാൻ വിടില്ലെന്ന് സഞ്ജു പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ടീം വിടാൻ തയ്യാറാവുമോ എന്നതാണ് അറിയേണ്ട ഒരു വസ്തുത. സാധ്യതകൾ വിരളമാണെങ്കിലും വമ്പൻ ഓഫർ ആയതുകൊണ്ട് സഞ്ജു കൂടുമാറ്റത്തിന് ശ്രമിക്കാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനും പറ്റില്ല. ഡൽഹിക്കായി കളിച്ചാൽ സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയറിനും അത് ഗുണം ചെയ്യും. കാരണം ഡൽഹിക്കാരനായ ഗൗതം ഗംഭീറാണ് നിലവിലെ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ. അതുകൊണ്ട് തന്നെ ഡൽഹി ടീമിലേക്ക് എത്തിയാൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കരിയറിൽ ലഭിച്ചേക്കും. രാജസ്ഥാൻ റോയൽസ് വരുന്ന സീസണിന് ശേഷം ക്യാപ്റ്റനെ മാറ്റാനുള്ള സാധ്യതകളുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ജോസ് ബട്ട്ലറെ നായക സ്ഥാനത്തേക്ക് എത്തിക്കാൻ രാജസ്ഥാന് താൽപ്പര്യമുണ്ടെന്നാണ് സൂചന. എന്നാൽ സഞ്ജുവിൻ്റെ ആരാധക പിന്തുണയാണ് ഈ തീരുമാനമെടുക്കാൻ രാജസ്ഥാന് തടസ്സമായി നിൽക്കുന്നത്. സഞ്ജുവിന് നേരത്തെ തന്നെ വലിയ ഓഫറുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യമായി അവസരം തന്ന ടീമെന്ന നിലയിൽ രാജസ്ഥാനൊപ്പം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനാണ് ആഗ്രഹമെന്നാണ് സഞ്ജു പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിൻ്റെ കൂടുമാറ്റ സാധ്യതകൾ തള്ളിക്കളയാനും പറ്റില്ല. സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മുംബൈ വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട്. രോഹിത് ഡൽഹിയിലേക്കും സൂര്യകുമാർ തന്റെ പഴയ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കും പോയേക്കുമെന്നാണ് വിവരം. സൂര്യകുമാർ യാദവാണ് നിലവിൽ ഇന്ത്യയുടെ T20 നായകൻ. എന്നാൽ മുംബൈ ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയതിൽ സൂര്യയ്ക്കും രോഹിത്തിനുമെല്ലാം അതൃപ്തിയുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയത് രോഹിത്തിനോട് വേണ്ടത്ര ചർച്ചകൾ ഇല്ലാതെയായിരുന്നു. ഇതോടെയാണ് താരം ഇടഞ്ഞത്. KL രാഹുൽ ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള ബന്ധം അവസാനിപ്പിക്കും. അവസാന സീസണിൽ തന്നെ ടീം ഉടമയുമായി രാഹുൽ ഉടക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുലിന്റെ കൂടുമാറ്റം ഉറപ്പാണ്. കർണാടകക്കാരനായ രാഹുൽ RCBയിലേക്കാണ് പോകുന്നതെന്നാണ് വിവരം. നേരത്തെ RCBക്ക് കളിച്ചിട്ടുള്ള രാഹുൽ നായകനായേക്കുമെന്നാണ് വിവരം. VVS ലക്ഷ്മണെ ലക്നൗ ഉപദേഷ്ടാവിന്റെ റോളിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. വരുന്ന സീസണിന് മുമ്പ് മെഗാ താരലേലം നടക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായി BCCIയും ടീം ഉടമകളുമായുള്ള മീറ്റിംഗ് ഉടൻ തന്നെ നടക്കാൻ പോവുകയുമാണ്. ഇതിനു മുൻപ് താരങ്ങളെ റാഞ്ചാനുള്ള നീക്കങ്ങളാണ് പല ടീമുകളും നടത്തുന്നത്.